ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 13ാമത് ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പാലക്കാട് നിർവഹിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ ഹിയറിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇവിഎം, വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന നാളെ മുതൽ. ബാലസുരക്ഷിത കേരളം നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള മുറികളുടെ ബുക്കിംഗ് പൂർണ്ണമായും ഓൺലൈനാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തുഞ്ചൻ ഉത്സവത്തിന് തിരൂർ തുഞ്ചൻ പറമ്പിൽ തിരിതെളിഞ്ഞു. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് വിജയത്തുടക്കം. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ മിഷനും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 13ാമത് ദേശീയ സരസ് മേളയ്ക്ക് പാലക്കാട് ചാലിശ്ശേരിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് സരസ് മേളയെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ഈ മാസം 11 വരെ നീളുന്ന മേളയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 250-ലേറെ സ്റ്റാളുകളാണ് അണിനിരക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നേറാൻ കേരളത്തെ പ്രാപ്തമാക്കിയതിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേവലമൊരു വിപണനമേള എന്നതിലപ്പുറം സാമൂഹിക മുന്നേറ്റത്തിനുള്ള ഉപാധിയായി കൂടി മേള മാറുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളം ഉൾപ്പെടെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 250 പ്രദർശന വിപണന സ്റ്റാളുകളാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സംഗീത നൃത്തനിശകൾ, കലാവിഷ്കാരങ്ങൾ, ആദരസന്ധ്യകൾ, സെമിനാറുകൾ, പുഷ്പമേളകൾ തുടങ്ങിയവയും ഉണ്ടാകും. ഈ മാസം 11 വരെയാണ് ദേശീയ സരസ് മേള നടക്കുക. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഹിയറിംഗ് നോട്ടീസ് നൽകുന്ന നടപടികൾ പുരോഗമിക്കുന്നു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായി 1,21,557 അപേക്ഷകളാണ് കരട് വോട്ടർ പട്ടിക പുറപ്പെടുവിച്ച ശേഷം ലഭിച്ചത്. 18 വയസ്സ് പൂർത്തിയാക്കിയവരെ ആദ്യമായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പേര് മാറ്റുന്നതിനും ഉള്ള ഫോം 6-ൽ 96,785 അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. പ്രവാസി വോട്ടർമാർക്ക് പേര് ചേർക്കാനായുള്ള ഫോം 6A-യിൽ 24,772 അപേക്ഷകളും ലഭിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനായി 444 അപേക്ഷകളാണ് ഇതുവരെ ലഭിച്ചത്. കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാവുന്നതാണ്. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഇവിഎം, വിവിപാറ്റ് യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന വിവിധ ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ നാളെ മുതൽ ആരംഭിക്കും. ഫെബ്രുവരി 16 വരെയാണ് പരിശോധന. പരിശോധനയിൽ അംഗീകൃത രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കളക്ടർമാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ ഡിജെ പാർട്ടിയിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി കൈക്കൊള്ളാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. ക്രമസമാധാന ചുമതലയുള്ള എഡിജിപിക്കാണ് നിർദ്ദേശം. ന്യൂ ഇയർ ആഘോഷത്തിനിടെ ഡിജെ കലാകാരന്റെ ലാപ്ടോപ്പ് പോലീസ് തകർത്തതായാണ് പരാതി. ബാലസുരക്ഷിത കേരളം നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കുടുംബാധിഷ്ഠിത പരിചരണം ഉറപ്പാക്കിയ സംസ്ഥാനമാണ് കേരളമെന്നും മന്ത്രി പറഞ്ഞു. വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റ് ഉദ്ഘാടനവും ഉജ്ജ്വല ബാല്യ പുരസ്കാര വിതരണവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കുട്ടികൾ നല്ല നിലയിൽ വളർന്നുവരിക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ശ്രീമതി വീണ ജോർജ് പറഞ്ഞു. തൃശൂരിൽ ഈ മാസം 14 മുതൽ 18 വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം വരാനിരിക്കുന്ന സ്കൂൾ കലോത്സവങ്ങൾക്ക് മാതൃകയായി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന മാധ്യമ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 മാർച്ച് മുതൽ 500 രൂപ നോട്ടുകൾ എടിഎമ്മുകളിൽ നിന്ന് പിൻവലിക്കുമെന്ന സമൂഹമാധ്യമ പ്രചാരണങ്ങൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഓൺലൈൻ ഷോപ്പിംഗ്, ഡിജിറ്റൽ പണമിടപാടുകൾ തുടങ്ങി വ്യക്തികളുടെ ഡിജിറ്റൽ പ്രവർത്തനങ്ങൾ ആദായനികുതി വകുപ്പ് നിരീക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചാരണം വ്യാജമാണെന്നും പിഐബി ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ജനങ്ങൾ വഞ്ചിതരാകരുതെന്നും കേന്ദ്ര സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള മുറികളുടെ ബുക്കിംഗ് പൂർണ്ണമായും ഓൺലൈനാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മുറികൾ കൂടിയ വാടകയ്ക്ക് മറിച്ചു വിൽക്കുന്ന രീതി അനുവദിക്കില്ലെന്നും ബുക്കിംഗിന് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എരുമേലി പേട്ടതുള്ളി ശബരിമല ദർശനത്തിനായി അമ്പലപ്പുഴ സംഘം ചൊവ്വാഴ്ച യാത്ര തിരിക്കും. സമൂഹപ്പെരിയോൻ N. ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം 10-ന് എരുമേലിയിലെത്തും. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അമ്പലപ്പുഴ സംഘത്തിൽ 250 അംഗങ്ങളാണുള്ളത്. ഇതിൽ 40 പേർ മാളികപ്പുറങ്ങളാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ 49 ദിവസം 3 നേരവും അന്നദാനവും വിവിധ ക്ഷേത്രങ്ങളായി 19 ആഴിപൂജയും നടത്തിയ ശേഷമാണ് അമ്പലപ്പുഴ സംഘം ശബരിമലയ്ക്ക് തിരിക്കുന്നത്. സംഘം 10-ാം തീയതി എരുമേലിയിലെത്തും. 11-നാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ. മകരവിളക്ക് കഴിഞ്ഞ് കർപ്പൂരാദി പൂജയും കഴിഞ്ഞ ശേഷമാണ് അമ്പലപ്പുഴ സംഘം മടങ്ങുന്നത്. സംസ്ഥാനത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി മന്ത്രി M. B. രാജേഷ് നാളെ കൂടിക്കാഴ്ച നടത്തും. തൃശൂർ കില ആസ്ഥാനത്ത് രാവിലെയും വൈകിട്ടും 2 സെഷനുകളായാണ് പരിപാടി നടക്കുന്നത്. നേതൃപരമായ കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിന് നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഭരണഘടനാപരമായ പങ്കിനെക്കുറിച്ചും യോഗത്തിൽ ചർച്ചകൾ നടക്കും. തുഞ്ചൻ ഉത്സവത്തിന് തിരൂർ തുഞ്ചൻ പറമ്പിൽ തിരിതെളിഞ്ഞു. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവം തമിഴ് സാഹിത്യകാരൻ S. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തുഞ്ചൻ സ്മാരക പ്രഭാഷണം, കോളേജ് വിദ്യാർത്ഥികൾക്കായി ദ്രുത കവിതാ രചന മത്സരം എന്നിവയ്ക്ക് പുറമെ ആകാശവാണിയുടെ കവി സമ്മേളനവും നടന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് തുഞ്ചൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പുസ്തകോത്സവവും തുഞ്ചൻ ഉത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം പൂക്കോട്ടൂർ മൈലാടിയിൽ ചെരുപ്പ് കമ്പനിയിൽ വൻ തീപിടുത്തം. അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് 2.5 മണിക്കൂർ നേരത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. ചെരുപ്പ് കമ്പനിയുടെ ഗോഡൌണിൽ നിന്ന് തീ ആളിപ്പടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ആളപായമില്ലെന്നാണ് വിവരം. മൂന്നാറിൽ വിനോദസഞ്ചാരികൾക്കായി KSRTCയുടെ 2ാമത്തെ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആരംഭിച്ചു. പ്രകൃതി ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാനായി KSRTC ഒരുക്കിയ റോയൽ വ്യൂ സർവീസുകൾക്ക് ലഭിക്കുന്ന വലിയ ജനപ്രീതി കണക്കിലെടുത്താണ് പുതിയ ബസ് അനുവദിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മൂന്നാർ ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച ദേവികുളം ഗ്യാപ്പ് റോഡ് ആനയിറങ്കൽ വഴി തിരികെ എത്തുന്ന രീതിയിലാണ് സർവീസുകളുടെ ക്രമീകരണം. മുകളിലത്തെ നിലയിൽ 39ഉം താഴത്തെ നിലയിൽ 11ഉം സീറ്റുകളുള്ള ബസിനുള്ളിൽ നിന്നും പുറംകാഴ്ചകൾ പൂർണ്ണമായും കാണാനാവും വിധമാണ് രൂപകൽപ്പന. രാവിലെ 8, 11:30, വൈകിട്ട് 3 എന്നീ സമയങ്ങളിലാകും പുതിയ ബസ് മൂന്നാറിൽ നിന്നും സർവീസ് നടത്തുക. യാത്രക്കാർക്ക് ടിക്കറ്റുകൾ നേരിട്ടും ഓൺലൈൻ വഴി മുൻകൂട്ടി ബുക്ക് ചെയ്യാനുമുള്ള സൌകര്യവും KSRTC ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിനോടനുബന്ധിച്ച് ഈ മാസം 8 മുതൽ 12 വരെയുള്ള തീയതികളിൽ വടക്കൻ കേരളത്തിന്റെ തനത് കലാരൂപമായ തെയ്യം നിയമസഭാങ്കണത്തിൽ അവതരിപ്പിക്കും. പത്മശ്രീ EP നാരായണന്റെ നേതൃത്വത്തിൽ മാഹി തെയ്യം പൈതൃക സമിതിയാണ് തെയ്യങ്ങൾ അവതരിപ്പിക്കുക. ഉദ്ഘാടനം ഈ മാസം 8-ന് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. പൂക്കുട്ടിച്ചാത്തൻ തിറ, മുത്തപ്പൻ വെള്ളാട്ടം, പടവീരൻ തെയ്യം, കളരിപ്പയറ്റ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി അരങ്ങേറും. ഈ മാസം 7 മുതൽ 13 വരെയാണ് നിയമസഭാ പുസ്തകോത്സവം. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് വിജയത്തുടക്കം. കരുത്തരായ മുംബൈയെ കേരളം 8 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 35 ഓവർ വീതമുള്ള മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് 119 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളം 27.4 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. രാജ്യത്തെ ഓഹരി വിപണികൾ സർവ്വകാല റെക്കോർഡിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസസ് 573 പോയിന്റ് ഉയർന്ന് 85,762-ലും നിഫ്റ്റി 182 പോയിന്റ് ഉയർന്ന് 26,329-ലുമാണ് ഇന്നത്തെ വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണ വിലയിൽ വർധന. പവന് 840 രൂപ കൂടി 99,880 രൂപയും ഗ്രാമിന് 105 രൂപ വർദ്ധിച്ച് 12,485 രൂപയുമാണ് ഇന്നത്തെ വില. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സംഗീത പരിപാടി നാളെ തിരുവനന്തപുരത്ത് നടക്കും. വഴുതക്കാട് ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് 6:30-നാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലെ കേരളത്തിന്റെ മുന്നേറ്റത്തിൽ കുടുംബശ്രീയുടെ ഇടപെടലുകൾക്ക് സവിശേഷമായ സ്ഥാനമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 13ാമത് ദേശീയ സരസ് മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പാലക്കാട് നിർവഹിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ ഹിയറിംഗ് നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള EVM, VVPAT യന്ത്രങ്ങളുടെ പ്രാഥമികതല പരിശോധന നാളെ മുതൽ. ബാലസുരക്ഷിത കേരളം നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ്. വർണ്ണച്ചിറകുകൾ ചിൽഡ്രൻസ് ഫെസ്റ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി.
ശബരിമല സന്നിധാനത്തെ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള മുറികളുടെ ബുക്കിംഗ് പൂർണ്ണമായും ഓൺലൈനാക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തുഞ്ചൻ ഉത്സവത്തിന് തിരൂർ തുഞ്ചംപറമ്പിൽ തിരിതെളിഞ്ഞു. അണ്ടർ 15 വനിതാ ഏകദിന ടൂർണമെന്റിൽ കേരളത്തിന് വിജയത്തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 7:25.